നിങ്ങൾ റെഗുലറായിട്ട് വാർത്തകളൊക്കെ ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ വലിയ വിള്ളലുകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് നിങ്ങളുടെ ശ്രദ്ധയിലൊക്കെ പെട്ടിട്ടുണ്ടാകും. പ്രധാനമായിട്ടും അമേരിക്ക ഇന്ത്യക്ക് മേലെ വലിയ ഒരു താരിഫ് അഥവാ 25% ഗുഡ്സിൻ്റെ മേലെ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റിയേക്കുന്ന ഗുഡ്സിൻ്റെ മേലെയുള്ള താരിഫാണ്. അത് ഇന്ത്യയുടെ നൈബറിംഗ് നേഷൻസുമായിട്ട് നോക്കുന്ന സമയത്ത് പാകിസ്ഥാൻ ഇപ്പോൾ നിലവിൽ 19% ആണ്, ബംഗ്ലാദേശിന് 20% ആണ്. ആ പോയിന്റിൽ ഇന്ത്യക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഹയർ താരിഫ് റേറ്റ് ആണ്. അപ്പോൾ എന്തുകൊണ്ട് ഇന്ത്യയും നമുക്കറിയുന്നൊരു കാര്യമാണ്, നമ്മുടെ പ്രധാനമന്ത്രിയും ഡൊണാൾഡ് ട്രംപൊക്കെ തമ്മിൽ നല്ല ബന്ധമായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഈ ബന്ധത്തെ വഷളാക്കിയത് എന്തൊക്കെ കാര്യങ്ങളാണ്, അതുപോലെ എന്തുകൊണ്ടാണ് ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള, അതായത് നമ്മൾ ഇന്ത്യയുടെ ഒരു കാര്യം നോക്കുമ്പോൾ ട്രംപ് പറയുന്നത് ഇന്ത്യ താരിഫ് കിങ് ആണ് എന്നുള്ളതാണ്, അതായത് ഇന്ത്യയുടെ താരിഫ് റേറ്റ്സ് വളരെ ഹൈ ആണ് എന്നുള്ളതാണ്. പക്ഷേ റിയാലിറ്റിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രസ്താവനയല്ല ഇത്. നമുക്ക് അതിൻ്റെ വിശദ വിവരങ്ങളിലേക്ക് വരാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ആരോപിക്കുന്നത്? റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നതും യുദ്ധോപകരണങ്ങൾ വാങ്ങുന്നതും ഒക്കെ മറ്റൊരു പ്രധാന കണ്ടൻഷ്യസ് ഏരിയ എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് യഥാർത്ഥത്തിൽ അവരും ചെയ്യുന്നില്ലേ? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഈ വിഷയത്തിൽ നമുക്കുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ഒരു സാമ്പത്തിക ഭദ്രതയെ തന്നെ ഒരു പക്ഷേ ബാധിക്കാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ഇന്ത്യയുടെ എക്സ്പോർട്സിനെ ഒരുപാട് ബാധിക്കാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട അനൗൺസ്മെന്റ് ആണ് അമേരിക്ക കുറച്ചു കാലമായിട്ട് ഇങ്ങനെ ആരോപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ റീസെന്റ് കഴിഞ്ഞ ഓഗസ്റ്റ് 1 കൂടിയിട്ട് അവരുടെ താരിഫിനൊരു പോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ് മാറി അതിപ്പോൾ ആക്റ്റീവായ സമയത്ത് ഇന്ത്യക്ക് 25% അടിച്ചു തന്നിട്ടുള്ളത്. ഇപ്പോൾ എന്തായിരിക്കും ഇതിന്റെ ഫ്യൂച്ചർ? അതുപോലെ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരുപാട് അമേരിക്കൻ കമ്പനികളുണ്ട്. ഗൂഗിൾ പോലെയുള്ള കമ്പനികളൊക്കെ ഇന്ത്യയിൽ വലിയ ഇൻവെസ്റ്റ്മെന്റുകൾ മേക്ക് ചെയ്യാൻ പോകുന്നു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഫ്യൂച്ചർ എന്തായിരിക്കും? ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പരിശോധിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ പ്രധാന ഉദ്ദേശം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണല്ലോ പറയാൻ പോകുന്നത്. പക്ഷേ നമ്മുടെ പേഴ്സണൽ സാമ്പത്തിക സ്റ്റെബിലിറ്റിയൊക്കെ ബാധിക്കാൻ പോകുന്ന മറ്റൊരു കാര്യത്തെക്കുറിച്ച് പറയാം. അപ്പോൾ നമ്മൾ ഹെൽത്ത് എമർജൻസികളുടെ കാര്യത്തെ തന്നെ എടുക്കാം. നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സംഭവമാണ് ഈ അസുഖങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു പനി വന്നാൽ പോലും ഇന്ന് 10,000-20,000 രൂപയൊക്കെ കോസ്റ്റ് ഉള്ള ഒരു കാലമാണ്. ഇനി അതല്ല ക്യാൻസർ പോലെയോ ഹൃദ്രോഗം പോലെയൊക്കെ ഉള്ള ഒരു അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഒരുപാട് ലക്ഷങ്ങളൊക്കെ ചിലവ് വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. എന്നാൽ ഈ ചികിത്സ ഒന്നും പിന്നത്തേക്ക് മാറ്റി വെക്കാനും പറ്റില്ല. പലപ്പോഴും ഉള്ളതൊക്കെ വിറ്റ് പെറുക്കിയിട്ട് നമ്മൾ അത്തരം ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മളൊരു ശരിയായ സമയത്ത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരേക്കും ഇത്തരം റിസ്ക്കുകളെന്നൊക്കെ നമുക്ക് ആ റിസ്ക്കുകളൊക്കെ നമുക്ക് ഓഫ്സെറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് കിട്ടുന്ന അടികൾ ഒഴിവാക്കാൻ പറ്റും. വെറും 400 രൂപ 500 രൂപ ഒക്കെ മാസം ചിലവിൽ നമുക്ക് 1 കോടി രൂപ വരെ കവറേജ് കിട്ടുന്ന പ്ലാനുകളൊക്കെ ഇന്ന് നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇന്ത്യയിലുള്ള ലീഡിംഗ് ഇൻഷുറൻസ് കമ്പനികളുടെ പോളിസികളൊക്കെ കമ്പയർ ചെയ്തിട്ട് ഓൺലൈനായിട്ട് തന്നെ, അത് നമ്മൾ കമ്പനികളുടെ ഓഫീസിലൊന്നും പോയിട്ട് കയറി ഇറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു ഏജൻറ്റിൻ്റെ ഹെൽപ്പ് ആവശ്യമില്ല, നമുക്ക് തന്നെ കമ്പയർ ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്ന ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലൊക്കെ നൽകിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ QR കോഡ് സ്കാൻ ചെയ്ത് നോക്കിയാലും മതി. ബേസിക്കലി ഈ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ പ്രമേഹം, ഡയബറ്റീസ് പോലെയുള്ള ഇപ്പോൾ നമ്മുടെ കുറച്ച് മുതിർന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വരുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ ഡേ 1 തൊട്ട് തന്നെ കവറേജ് കിട്ടുന്ന ഇൻഷുറൻസ് പ്ലാനുകൾ വരെ ഇന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു പ്രവാസിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 18% GST നോർമൽ ഇൻഷുറൻസിനൊക്കെ അപ്ലിക്കബിൾ ആണ്. പക്ഷേ നിങ്ങൾക്കത് ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇനി ഇതൊന്നും അല്ല, ഇപ്പോൾ തന്നെ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 25% വരെ ഡിസ്കൗണ്ട് കിട്ടാവുന്ന ഒരു ലിങ്കാണ് ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ളത്. ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ട്രംപിൻ്റെ ഈ ആരോപണം ഉണ്ടല്ലോ, താരിഫ് കിങ് എന്നുള്ള ആരോപണം, ഇതിൽ എത്രമാത്രം യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളത് പരിശോധിച്ചുകൊണ്ട് തുടങ്ങാം. നമ്മൾ ഡാറ്റ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് 1991 ലിബറലൈസേഷനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും. ഇന്ത്യ അതിന് മുൻപ് വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു എക്കോണമി ആയിരുന്നു. നമ്മൾ ഇമ്പോർട്ടിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മുടെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള ബിസിനസ്സുകളൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് മുൻപോട്ട് വരിക. എന്തൊക്കെയാണോ ഇമ്പോർട്ട് ചെയ്യുന്നത് അതിൻ്റെ മുകളിൽ വലിയ താരിഫുകളൊക്കെ അടിച്ചേൽപ്പിച്ചിട്ട് ആവറേജ് താരിഫ് 80% ഉണ്ടായിരുന്ന കാലമാണ് 1991. പക്ഷേ പിന്നീട് അന്നുണ്ടായിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അതിനുശേഷം പിന്നീട് നമ്മൾ ലിബറലൈസേഷൻ കൊണ്ടുവന്നതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ട്. LPG ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ ഒക്കെ അന്നത്തെ ധനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിൻ്റെ കാലത്തൊക്കെ കൊണ്ടുവന്ന അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവുമല്ലോ. അതിനുശേഷം ഇന്ത്യയുടെ താരിഫുകൾ ഇങ്ങനെ സ്റ്റഡി ഡീക്ലൈനിലാണ്. ഇപ്പോൾ 2025 ഈ താരിഫ് റേറ്റുകൾ വെച്ച് നോക്കുന്ന സമയത്ത് ഇന്ത്യയുടെ ആവറേജ് താരിഫ് റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം 16% ആണ്. അപ്പോൾ ആ 16% എന്ന് നോക്കുന്ന സമയത്ത് ഇതിനെ അഗെയിൻ ഒരു ഡാറ്റയും കൂടെ വെച്ച് നോക്കേണ്ടതുണ്ട്. ഒട്ടുമിക്ക അമേരിക്കൻ ഇമ്പോർട്ടുകളും ഇന്ത്യയിലേക്കുള്ള ഇമ്പോർട്ടുകളും നിയർലി ഒരു 5% ഒക്കെ താരിഫ് സോണിലാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ താരിഫ് കിങ് എന്നുള്ള ആരോപണത്തിൽ ശരിക്കും കഴമ്പില്ല എന്നുള്ളത് കാണാം. പിന്നെ എന്തിനൊക്കെ കാര്യത്തിനായിരിക്കും ട്രംപ് ഇന്ത്യയെ ഇങ്ങനെ ബ്ലെയിം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരുന്ന ആൾക്കാർ തമ്മിൽ എങ്ങനെയാണ് ഈ തെറ്റിയത് എന്നുള്ളത്? കാരണം ഇതിലൊരു നമ്മൾ ചേർത്ത് വായിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ 6 മാസം മുൻപ് ഇന്ത്യയുടെ ബജറ്റ് വന്ന സമയത്ത് ഈ ഇന്ത്യ US തമ്മിൽ ബൈലാറ്ററൽ ട്രേഡ് റിലേഷൻസും മറ്റുമൊക്കെ നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ആ ഡിസ്കഷൻ ആരംഭിക്കുന്ന ഒരു പോയിന്റിൽ ഇന്ത്യക്ക് വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും ട്രംപ് വന്നു കഴിഞ്ഞാൽ എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് തന്നെ ട്രംപിൻ്റെ ചില അനൗൺസ്മെൻറ്റുകൾ ഇന്ത്യക്ക് എതിരായതുകൊണ്ട് തന്നെ അന്ന് ഞാനൊരു അല്പം തമാശയെല്ലാം ചേർത്തിട്ട് ഫ്രണ്ടൊക്കെ തന്നെയാണ്, പക്ഷേ ട്രംപ് ഇന്ത്യക്ക് താരിഫ് ചുമത്തുമെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് ഒരുപാട് ആൾക്കാർ അതിൽ കമൻറ്റ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ട്രംപ് കയറിയതിലുള്ള അസൂയാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ട്രംപ് വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് എന്നുള്ളത് കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ ടേമെന്ന് നമുക്ക് മനസ്സിലായതാണ്. പിന്നീട് വളരെ കൺവിക്ഷനോട്
കൂടിയിട്ട് നുണ പറയാൻ ഒരു മടിയില്ലാത്ത ആളാണ്. ബുൾഷിറ്റ് പറയാന്നുള്ളത് പുള്ളിക്ക് വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ട്രോളുകളൊക്കെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ നോക്കിയാൽ കിട്ടും. നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ട്രംപ് എന്തുകൊണ്ടായിരിക്കാം ഇന്ത്യയോട് ഇത്തരത്തിലുള്ള ഒരു നിലപാട് എടുക്കുന്നത് എന്നുള്ളത്, അതിന് പ്രധാനമായിട്ടും 3 കാരണങ്ങളാണ് ഉയർന്നു വരുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഈ ഫാം പ്രൊട്ടക്ഷനിസം അല്ലെങ്കിൽ ഈ അഗ്രികൾച്ചറൽ മേഖലയെ പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ള നടപടികളാണ്. അതായത് അമേരിക്കയിൽ നിന്നുള്ള ഇമ്പോർട്ടുകൾക്ക് മേലെ ഇന്ത്യയുടെ ഈ പ്രൊട്ടക്ഷനിസ്റ്റ് നടപടികൾ വരുന്ന സമയത്ത് ഒരുപാട് താരിഫുകൾ ഇന്ത്യ ആ മേഖലയിൽ ചുമത്തേണ്ടതായിട്ട് വരും. പക്ഷേ ഇവിടെ ഇന്ത്യയുടെ വിഷയം എന്താണെന്നറിയോ, ഇന്ത്യ ഇപ്പോഴും ഇന്ത്യയുടെ ഒരു വലിയ മേജർ വർക്ക് ഫോഴ്സിനെ അക്കോമഡേറ്റ് ചെയ്യുന്നത് നമ്മുടെ റൂറൽ ഏരിയയിലായാലും സെമി അർബൻ ഏരിയയിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ആളുകളുടെ വലിയ ശതമാനം ആളുകൾ ജോലി ചെയ്യുന്ന ഒരു മേഖല എന്ന് പറയുന്നത് കൃഷിയാണ്, അല്ലെങ്കിൽ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഇൻഡസ്ട്രികളിലോ. അപ്പോൾ ഫ്രീ ആയിട്ട് അമേരിക്കയുടെ ഈ താരിഫുകളൊക്കെ റിമൂവ് ചെയ്തിട്ട് അമേരിക്കൻ ഇമ്പോർട്ടുകൾ ഇവിടെ കൊണ്ടുവരാൻ നമ്മൾ അനുവദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യയിൽ വലിയ ഒരു ക്രൈസിസിന് കാരണമാകും. കാരണം പലപ്പോഴും ഈ പ്രൈസിലുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് ഒക്കെ വലിയ രീതിയിൽ പൊളിറ്റിക്കൽ ഔട്ട്കമ്മിനെ വരെ ബാധിക്കുന്ന ഒരു സംഭവമാണ്. ഇത് പൊളിറ്റിക്കൽ ഔട്ട്കമ്മിന് മാത്രം കാര്യമല്ല, ഒരു ഇന്ത്യക്ക് വേണ്ടി നെഗോഷിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ സ്വാഭാവികമായിട്ടും ഇത് കണക്കിലെടുത്തിട്ടുണ്ടാവണം. അതായത് ഇന്ത്യൻ ഇക്കോണമിയിൽ ഇന്ത്യൻ വർക്ക് ഫോഴ്സിൻ്റെ വലിയൊരു ശതമാനം, ലൈക്ക് നിയർലി 50% വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. പക്ഷേ അമേരിക്കയിൽ ഇത് നിയർ ടു 2 to 3% ഓഫ് പീപ്പിൾ മാത്രമാണ് അമേരിക്കയുടെ വർക്ക് ഫോഴ്സുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഈ ഒരു മേഖലയെ ബാധിക്കാൻ പോകുന്ന നടപടിക്രമങ്ങളെ ഇന്ത്യ വളരെ പ്രൊട്ടക്ഷനിസ്റ്റ് ആയിട്ട് മാത്രമേ കാണുകയുള്ളൂ. അപ്പോൾ ഇത് ഓഫ് ദ ടേബിൾ ആണ്. ഇനി താരിഫ് ചർച്ച വന്നു കഴിഞ്ഞാലും ട്രേഡ് ചർച്ച വന്നു കഴിഞ്ഞാലും അഗ്രികൾച്ചറൽ മേഖലയെ പ്രൊട്ടക്ട് ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള ഇന്ത്യയുടെ ഒരു നിലപാട് ഇതിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന് വളരെ രസമുള്ള ഒരു കാര്യം എന്ന് പറയേണ്ടത്, കഴിഞ്ഞ മെയ് 10 മുതൽക്ക് ഏകദേശം 30 തവണയെങ്കിലും ട്രംപ് പുള്ളിയാണ് ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റ് നിർത്തിയത്, അങ്ങനെ ഈ ഒരു ഏരിയയിൽ പീസ് തിരിച്ചു കൊണ്ടുവന്നത് അദ്ദേഹമാണ് എന്നുള്ളത് പലപ്പോഴായിട്ട് ട്രംപിൻ്റെ ടീമും ക്ലെയിം ചെയ്തിട്ടുണ്ട്. ഇത് ഇന്ത്യ ഒരു പോയിന്റ് വരേക്ക് ഇന്ത്യക്ക് ഒരു സൈലന്റ് ഡിപ്ലോമസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജ് ഉണ്ട്. അതായത് മൂപ്പർ അങ്ങനെ പറഞ്ഞു എന്നുണ്ടെങ്കിലും നമ്മൾ പേരെടുത്ത് പറയാതെ നമ്മളിങ്ങനെ പറയും, അല്ല എക്സ്റ്റേണൽ ഇൻവോൾവ്മെൻറ്റുകളൊന്നും ഉണ്ടായിട്ടില്ല, ഒരു വേൾഡ് ലീഡറും ഇതിൽ ഇടപെട്ടിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ട്രംപ് ഇടപെട്ടിട്ടില്ല എന്ന് ഡയറക്റ്റായിട്ട് പറയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് ഇന്ത്യ ഒരു പബ്ലിക്കായിട്ട് നമ്മൾ പുഷ് ചെയ്യുന്നുണ്ട്, അതായത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, അമേരിക്ക ഇടപെട്ടിട്ടില്ല എന്നുള്ളത്. ഇപ്പോൾ ട്രംപ് പല കാരണങ്ങൾ കൊണ്ടിട്ടോ, അപ്പോൾ ഞാൻ ഇതിൻ്റെ റീസണൊക്കെ നോക്കുന്ന സമയത്ത് ട്രംപ് പറയുന്നുണ്ട് 5 റഫേൽ വിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടുണ്ട്. പിന്നെ പാകിസ്ഥാൻ വാഷിങ്ടൻ്റെ റോൾ അക്നോളജും ചെയ്യുന്നുണ്ട്. പാകിസ്ഥാൻ പറയുന്നുണ്ട് അമേരിക്ക പറഞ്ഞിട്ടാണ് കാര്യങ്ങൾ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇന്ത്യ ഇത് സമ്മതിക്കുന്നില്ല. അപ്പോൾ ട്രംപ് ഇവിടെ എന്താ ശരിക്കും ട്രംപിന് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രംപ് ലോകത്ത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സമാധാന ചർച്ചകളുടെയും ഹോൾസെയിൽ ഡീലർ മൂപ്പരാണ് എന്നുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി കുറച്ച് കാലമായിട്ട് നോബൽ പ്രൈസ് പുള്ളിക്ക് വേണം. മുൻപ് മറ്റൊരു അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമയ്ക്ക് പീസ് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുപോലെ ട്രംപിന് നോബൽ സമ്മാനം വേണം. അപ്പോൾ ട്രംപിന് നോബൽ സമ്മാനം വേണമെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സൗത്ത് ഏഷ്യയിലുള്ള ഇന്ത്യ പാകിസ്ഥാൻ പ്രോബ്ലം അമേരിക്ക നിർത്തി, ഇറാൻ ഇസ്രായേൽ ഇഷ്യൂ അവർ നിർത്തി. പക്ഷേ വലിയൊരു രസമുള്ള കാര്യം എന്താ വെച്ചാൽ, ട്രംപ് അധികാരത്തിലേറുന്നതിന് മുൻപ് ഏറ്റവും കൂടുതൽ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റഷ്യ ഉക്രൈൻ യുദ്ധം എന്നാണോ ഞാൻ തിരിച്ചു കയറുന്നത് ആ ഡേറ്റിൽ ഇത് നിർത്തും എന്നുള്ള ഒരു പ്രഖ്യാപനം അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഈ പോയിന്റ് വരേക്കും അത് ഇൻഡെഫിനിറ്റ് ആയിട്ട് ഇതിങ്ങനെ മുൻപോട്ട് കൊണ്ടുപോവുകയാണ്. റഷ്യയുമായിട്ട് അവർ ബന്ധം മെച്ചപ്പെടുത്തുന്ന ഭാഗങ്ങൾ ഒരു ഭാഗത്ത് കാണുമ്പോഴും വീണ്ടും അത് വേഴ്സ് ആവുന്നുണ്ട്. ഇപ്പോൾ ഏത് പോയിന്റ് വരേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് ഇന്ത്യയെ ബ്ലെയിം ചെയ്യുന്ന മറ്റൊരു പ്രധാന റീസൺ എന്ന് പറയുന്നത് റഷ്യ ഇന്ത്യ ഇംപ്രൂവിംഗ് റിലേഷൻസ് ആണ്. അതായത് റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നു, റഷ്യയിൽ നിന്ന് ഇന്ത്യ ആയുധങ്ങൾ വാങ്ങുന്നു എന്ന് പറയുന്ന 2 ഫാക്ടറുകളുണ്ട്. അപ്പോൾ ഇവിടെ ഇന്ത്യയുടെ സ്റ്റാൻഡ് വളരെ കറക്റ്റായിട്ട് ഈ വിഷയത്തിൽ ഇന്ത്യ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻ കൺസ്യൂമേഴ്സിൻ്റെ ഇന്ത്യൻ സിറ്റിസൺസിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ ലോകത്ത് എവിടെയാണ് ചീപ്പായിട്ട് ഓയിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് ഇന്ത്യ വാങ്ങും. പിന്നെ ഒരുമാതിരി ഡബിൾ സ്റ്റാൻഡേർഡ്സ് കാണിക്കരുത്. കാരണം എന്താ, യൂറോപ്യൻ യൂണിയനും വാങ്ങുന്നുണ്ട്, അതുപോലെ തന്നെ US വാങ്ങുന്നുണ്ട്. US-ൻ്റെ ഇലക്ട്രിക്കൽ വെഹിക്കിൾ വിപണിക്ക് ആവശ്യമായിട്ടുള്ള പലേഡിയം പോലെയുള്ള കാര്യങ്ങൾ, ന്യൂക്ലിയർ എനർജിക്ക് വേണ്ടുന്ന സംഭവങ്ങളൊക്കെ അമേരിക്കയും വാങ്ങുന്നുണ്ട്. പക്ഷേ ഇത് ട്രംപിനോട് ചോദിച്ച സമയത്ത് ട്രംപ് പറഞ്ഞ എന്താ വെച്ചാൽ, ഇത്തരത്തിലുള്ളൊരു കാര്യത്തെക്കുറിച്ച് എൻ്റെ അറിവിലില്ല. പുള്ളിക്ക് അങ്ങനെയാണ്, അതായത് പുള്ളി അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് വരുത്തി തീർക്കുന്ന ഒരു സ്വഭാവമുണ്ട്. പക്ഷേ ഡാറ്റ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമേരിക്കയും വാങ്ങുന്നുണ്ട്, യൂറോപ്യൻ യൂണിയനും വാങ്ങുന്നുണ്ട്. അപ്പോൾ ഏകപക്ഷീയമായിട്ട് ഇന്ത്യ വാങ്ങുന്നതിനെ മാത്രം പറയുന്നത്, എടുത്ത് ഉയർത്തി കാണിക്കുന്നത് അത് ശരിയല്ല എന്നുള്ള രീതിയിൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനിയും മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യൻ സിറ്റിസൺസിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടുള്ള നടപടിക്രമങ്ങളുമായിട്ട് ഇന്ത്യ മുന്നോട്ട് പോകുമെന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇനി ഇതിൻ്റെ ഇമ്പാക്റ്റുകളുടെ സൈഡിലേക്ക്, ലൈക്ക് അവിടെയാണ് നമുക്ക് കുറച്ചും കൂടെ ചർച്ചയുള്ളത്. ഇപ്പോൾ 2 രാജ്യങ്ങളും തമ്മിൽ ഇപ്പോൾ നിയർലി ഒരു സ്റ്റാൻഡ് ഓഫ് പോലെയുണ്ട്. അതായത് 2 ഭാഗത്തും ഇപ്പോൾ അടുത്ത് കഴിഞ്ഞിട്ടില്ല. ട്രംപ് ഒരു പക്ഷേ ഈ റഷ്യൻ ഓയിൽ വാങ്ങുന്നതിന് പെനാൽറ്റി ആയിട്ട് 100% വരെ താരിഫ് ഇന്ത്യക്ക് മേലെ ചുമത്തും എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഓഗസ്റ്റ് 6 അപ്പോൾ ഈ നിലവിലുള്ള ഡാറ്റ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയുടെ സ്റ്റേറ്റ് ഓയിൽ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടല്ലോ, അവരിപ്പോൾ റഷ്യൻ ഓയിലുകൾ വാങ്ങുന്നതൊന്ന് പോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ റിലയൻസ് പോലെയുള്ള പ്രൈവറ്റ് കമ്പനികൾ, ലൈക്ക് അവരാണ് വൺ ഓഫ് ദ മേജർ ഇമ്പോർട്ടേഴ്സ്, അവരിപ്പോഴും വാങ്ങിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് ഇന്ത്യ ആസച്ച് നിർത്തിയിട്ടില്ല, അതിപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ ഓട്ടോണമിയെ, അല്ലെങ്കിൽ ഇന്ത്യ എവിടെ നിന്ന് ഓയിൽ പർച്ചേസ് ചെയ്യണം എന്നുള്ളതൊക്കെ US ഡിക്റ്റേറ്റ്
പറയുന്ന ഒരു പോയിന്റിലേക്ക് എത്താതെ നോക്കുക എന്നുള്ളത് രാജ്യത്തിൻ്റെ ഒരു അഖണ്ഡതയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ കൂട്ടി വായിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ റഷ്യൻ ഓയിൽ മാത്രമാണോ ഇതിൻ്റെ വിഷയം, അല്ലെങ്കിൽ റഷ്യയുമായിട്ട് ബന്ധം മെച്ചപ്പെടുത്തുന്നതാണോ വിഷയം, ഉക്രൈനെ സംരക്ഷിക്കാനാണോ ട്രംപ് ഇത് ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് ഭാഗങ്ങളില്ലേ. പക്ഷേ ഇപ്പുറത്തേക്ക് വരുന്ന സമയത്ത് ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞല്ലോ, പാകിസ്ഥാന് 19% താരിഫ് റേറ്റ്. അവർ തമ്മിൽ ബന്ധം മെച്ചപ്പെടുത്തുന്നുണ്ട്. പാകിസ്ഥാൻ ട്രംപിന് നൊബേൽ സമ്മാനം കിട്ടണം എന്നുള്ളതിനെ പുഷ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? അപ്പോൾ പാകിസ്ഥാനിൽ ഓയിൽ റിസർവുകളുണ്ട്. ഇനി ഭാവിയിൽ ഒരു പക്ഷേ ഇന്ത്യ പാകിസ്ഥാൻ്റെ കയ്യിൽ നിന്ന് ഓയിൽ വാങ്ങേണ്ടുന്ന ഒരു അവസ്ഥ ഇന്ത്യക്ക് ഉണ്ടാവും എന്നൊക്കെ ട്രംപ് കളിയാക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈവൻ റഷ്യ ഇന്ത്യ ബന്ധം മെച്ചപ്പെടുമ്പോൾ രണ്ട് ഡെഡ് ഇക്കോണമികൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെയും അതുപോലെ റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയും ട്രംപ് കളിയാക്കിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ യാഥാർത്ഥ്യം ഈ രണ്ട് കാര്യത്തിലും വളരെ വിപരീതമാണ്. എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഇന്ത്യയുടെ ഒരു 7 അയലത്ത് പോലും ഓയിൽ റിസർവുകൾ ഇല്ലാത്തൊരു രാജ്യമാണ് നിലവിലെ ഡാറ്റ വെച്ചിട്ട് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. അപ്പോൾ പാകിസ്ഥാൻ്റെ അടുത്ത് ഓയിൽ റിസർവ് നിലവിലുള്ള ഒരു ഡാറ്റയിലും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റഷ്യ ആയാലും ഇന്ത്യ ആയാലും ഇപ്പോൾ ഒരുപാട് സാങ്ഷൻസും മറ്റൊക്കെ ഉണ്ടായിട്ടും സ്റ്റിൽ റഷ്യൻ ഇക്കോണമി നന്നായിട്ട് പ്രോലിഫറേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ അധികം വൈകാതെ തന്നെ 3rd ലാർജസ്റ്റ് സമ്പദ് വ്യവസ്ഥയായിട്ടൊക്കെ മാറാനുള്ള ആ യാത്രയിലാണുള്ളത്. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂട്ടി വായിക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ, ട്രംപിൻ്റെ ഒരു ബ്രിങ്ക് മാൻഷിപ്പ് നമുക്ക് ഈ വിഷയത്തിലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ട്രംപിൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അജണ്ടകൾ ഇതിൽ ഉയർന്നു നിൽക്കുന്നുണ്ട്. മറ്റൊരു പ്രധാന കാര്യം പറയുന്നത്, ഇന്ത്യ, റഷ്യ, അതുപോലെ ബ്രസീൽ, ചൈന, സൗത്ത് ആഫ്രിക്ക ഇവരൊക്കെ ചേർന്ന് വരുന്ന ബ്രിക്സ് നാഷൻസിൻ്റെ റോളുകളാണ്. അപ്പോൾ ബ്രിക്സ് കുറച്ച് കാലമായിട്ട് ഡീ ഡോളറൈസേഷൻ പോലെയുള്ള ആശയങ്ങളുമായിട്ട് മുൻപോട്ട് വരുന്നുണ്ടല്ലോ. അതായത് പരസ്പരം ഇടപാടുകൾ നടത്തുന്നതിന് നമ്മൾ ഡോളറിനെ അങ്ങ് മാറ്റി വെച്ചിട്ട് നമ്മുടെ കറൻസികൾ തന്നെ സ്വാപ്പ് ചെയ്തിട്ട് ചെയ്യുക എന്നൊക്കെയുള്ള എഗ്രിമെൻറ്റുകൾ ഈ രാജ്യങ്ങൾക്കിടയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബ്രിക്സിൽ ഇറാനും ഉണ്ട്. അപ്പോൾ ഇറാനുമായിട്ട് കച്ചവടവും മറ്റുമൊക്കെ ചെയ്യുന്ന കമ്പനികളെ ഡീലിസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുക പോലെയുള്ള കാര്യങ്ങൾ അമേരിക്ക കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നടപടി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ലോകത്ത് അമേരിക്കയുടെ ഒരു ഡൊമിനൻസ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ മേക്കിംഗ് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയേണ്ടത് അമേരിക്കയിൽ കൂടുതൽ പ്രൊഡക്ഷൻ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമായിരിക്കണം എന്നില്ല. ലോകവ്യാപകമായിട്ട് അമേരിക്കയുടെ ഒരു ഡൊമിനൻസ് ഉണ്ടല്ലോ, അത് നിലനിർത്തുക എന്നുള്ളതും കൂടിയാണ്. ഇവിടെയാണ് എനിക്ക് ഈ വീഡിയോയുടെ അവസാനമായിട്ട് പറയാനുള്ള ഒരു ഭാഗമുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ലോകത്ത് AI പോലെയുള്ള ടെക്നോളജികളിൽ വളരെ റാപ്പിഡ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടക്കുന്ന കാലമാണല്ലോ. ഞാനിങ്ങനെ ഇതിനെക്കുറിച്ചുള്ള ആർട്ടിക്കിളുകളൊക്കെ വായിക്കുന്ന സമയത്ത് ഒരു ആർട്ടിക്കിൾ ഇങ്ങനെ വായിച്ചത് എന്താ വെച്ചാൽ, ഇത് US-ന്റെ മാൻഹട്ടൻ പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നില്ലേ. അതായത് ആണവായുധങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് US വളരെ വേഗത്തിൽ റിസർച്ചേഴ്സിനെ മറ്റൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു ഏരിയ തന്നെ മാറ്റിയിട്ട് അതിനെക്കുറിച്ച് സിനിമയെല്ലാം വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുപോലത്തെ ഒരു മിഷൻ മോഡിലേക്ക് അവർ ഈ AI-യുടെ കാര്യത്തിൽ മാറിയിട്ടുണ്ട്. നിലവിൽ ഇതിൽ 2 രാജ്യങ്ങൾ അല്ലെങ്കിൽ ശത്രു രാജ്യങ്ങൾ എന്നൊക്കെ കാണാൻ പറ്റുന്ന 2 കൂട്ടർ US-ഉം ചൈനയുമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം എന്നുള്ള നിലയ്ക്ക് ഇന്ത്യ ശരിക്ക് എവിടെയാണ് ഇതിൽ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. NVIDIA $4 ട്രില്യൺ വാല്യുവേഷനുള്ള കമ്പനിയായി മാറിയതും 99% ഓഫ് ഈ ചിപ്പ് മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്നത് NVIDIA ആണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നിങ്ങളൊരു പക്ഷേ വാർത്തകൾ വായിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇന്ത്യക്ക് NVIDIA ചിപ്പുകളുടെ മേലെ US-ന്റെ എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷേ ഇന്ത്യക്ക് ഒരു AI പവർ ആകണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഗൂഗിൾ ഇന്ത്യയിൽ $6 ബില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ഏകദേശം 50,000 കോടി വർത്തായിട്ടുള്ള 1 ജിഗാവാട്ട് ഡാറ്റാ സെൻറ്റർ ഒക്കെ കൊണ്ടുവരാൻ പോവുക. പക്ഷേ ഇങ്ങനത്തെ പ്രോജക്റ്റുകളൊക്കെ വരുന്ന സമയത്ത് ഇതിൻ്റെ അടുത്ത ഒരു ഏരിയ ഉണ്ടല്ലോ, ടെക്നോളജി മറ്റു കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും NVIDIA-യുടെ ചിപ്പുകളുടെ എക്സ്പോർട്ട് സംഭവങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇത് ഇന്ത്യയുടെ സ്വന്തമായിട്ടുള്ള AI ക്യാപ്പബിലിറ്റീസ് ബിൽഡ് ചെയ്യുന്നതിൽ നിന്നും ഇന്ത്യയെ ഡിഫർ ചെയ്തേക്കാം. ഞാൻ പറയുന്നത് തടയും എന്നുള്ളതല്ല, പക്ഷേ കുറച്ചധികം കാലത്തേക്ക് നീട്ടി വെച്ചേക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ റേസിൽ ഇന്ത്യ പിന്നിലായി പോകുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ലോകത്ത് വൺ ഓഫ് ദ ബെസ്റ്റ് എഞ്ചിനീയറിംഗ് ടാലൻ്റ് ഉള്ള ഒരു നാടാണ് നമ്മുടേത്. വലിയൊരു ശതമാനം ഈ ടാലൻറ്റിനെ യൂട്ടിലൈസ് ചെയ്തിട്ട് തന്നെയാണ് അമേരിക്ക ഇന്നത്തെ അമേരിക്കയായിട്ട് നിലനിൽക്കുന്നത്. കാരണം അമേരിക്കയിലുള്ള വലിയൊരു വിഭാഗം എഞ്ചിനീയേഴ്സും ഇന്ത്യൻ ഒറിജിൻ ആയിരിക്കും. പല കാരണങ്ങൾ കൊണ്ടാണ്. അതിൽ ഒന്ന്, ഇന്ത്യയുടെ ടാലൻറ്റ് ഡെഫിനറ്റ്ലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സുന്ദർ പിച്ചെ പോലെയുള്ള നല്ല ടാലൻറ്റുകൾ ഒരു കാലത്ത് ഇന്ത്യൻ ആയിരുന്നു. പിന്നീട് അവർ അമേരിക്കയിൽ പോയിട്ട് വലിയ കമ്പനികളുടെയൊക്കെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ശരിക്കും US-ന്റെ ഈ ഒരു ഇന്നോവേഷൻ ഇക്കോസിസ്റ്റത്തെ നിലനിർത്തുന്നത് ഒരു പരിധി വരേക്കും അവർ വിസ കൊടുത്തിട്ട് പുറത്തുനിന്ന് നമ്മൾ ഫുട്ബോളിലൊക്കെ സുഡാനികളെ കൊണ്ടുവരുന്ന പോലെ തന്നെ കുറേ AI റിസർച്ചേഴ്സിനെ മറ്റൊക്കെ ഇന്ത്യയിൽ നിന്നൊക്കെ പോയിട്ടുണ്ട്. ചൈനയിൽ നിന്ന് ഒരുപാട്, അമേരിക്കയിലെ വലിയ AI കമ്പനികളുടെയൊക്കെ റിസർച്ച് ടീമിനെ നോക്കുന്ന സമയത്ത് ഒരുപാട് ചൈനക്കാരെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ 2 രാജ്യങ്ങൾക്കിടയിലും വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു AI വാർ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 2 രാജ്യങ്ങൾക്കും ആര് ഡൊമിനേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഏതാനും ഫ്യൂ മന്ത്സിൻ്റെ മാത്രം ഡിഫറൻസ് ഈ രാജ്യങ്ങൾക്കിടയിലുള്ളൂ. ഒരു പക്ഷേ ചൈന അധികം വൈകാതെ തന്നെ ചൈനയുടെ സ്വന്തം ചിപ്പൊക്കെ ഈ മേഖലയിൽ ലോഞ്ച് ചെയ്യാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതിലേക്കുള്ള പ്രൈവറ്റ് സെക്ടർ എഫേർട്ടുകളോ ഇനി അതല്ല പബ്ലിക് സെക്ടർ എഫേർട്ടുകളോ ലൈക്ക് ഈ 2 രാജ്യങ്ങളും ചെയ്യുന്ന ഒരു സൈസിലോ മറ്റോ ഒന്നും നിലവിൽ ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ നമുക്ക് അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടാവുകയോ മറ്റോ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ പിന്നീട് നമുക്ക് മുൻപ് നമ്മൾ അറ്റോമിക് ക്യാപ്പബിലിറ്റീസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായതുപോലത്തെ ഒരു നാഷണൽ എഫേർട്ട് ഒരു പക്ഷേ AI-യുടെ കാര്യത്തിൽ ഉണ്ടാവേണ്ടി വരും. എന്തായാലും ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ഇനി തിരിഞ്ഞു വരിക എന്നുള്ളത് ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടുന്ന ഒരു വിഷയമാണ്. ഞാൻ വീഡിയോയുടെ
തുടക്കത്തിൽ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനികളുടെ ഇൻഷുറൻസ് പോളിസികളൊക്കെ കമ്പയർ ചെയ്തിട്ട് ഏകദേശം 25% വരെ എടുക്കാൻ പറ്റുന്ന ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. ഇനി ആവശ്യമുള്ളവർക്ക് അതല്ല എന്നുണ്ടെങ്കിൽ ഈ QR കോഡ് സ്കാൻ ചെയ്ത് നോക്കിയാലും മതി. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആവശ്യമുള്ളവരെല്ലാം ചെക്ക് ചെയ്ത് നോക്കുക.